أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر إلى الذين نهوا عن النجوى ثم يعودون لما نهوا عنه ويتناجون بالإثم والعدوان ومعصية الرسول فإذا جاءوك حيوك بما لم يحيك به الله ويقولون في أنفسهم لولا يعذبنا الله بما نقول حسبهم جهنم يصلونها فبئس المصير. يا أيها الذين آمنوا إذا تناجيتم فلا تتناجوا بالإثم والعدوان ومعصية الرسول وتناجوا بالبر والتقوى واتقوا الله الذي إليه تحشرون. إنما النجوى من الشيطان ليحزن الذين آمنوا وليس بضارهم شيئا إلا بإذن الله وعلى الله فليتوكل المؤمنون. يا أيها الذين آمنوا إذا قيل لكم تفسحوا في المجالس فافسحوا يفسح الله لكم وإذا قيل انشزوا فانشزوا يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات والله بما تعملون خبير. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ അൽ മുജാദില അതിൽ 8, 9, 10, 11 4 ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ ഇലല്ലദീന നുഹൂ അനിൻ നജ്വാ സുമ്മ യഊദൂന ലിമാ നുഹൂ അൻഹു വയതനാജൗന ബിൽ ഇസ്മി വൽ ഉദ്വാനി വമഅസിയത്തിർ റസൂൽ. അലം തറ, നീ കണ്ടില്ലേ, ഇലല്ലദീന നുഹു അനിൻ നജ്വ, സ്വകാര്യ സംഭാഷണങ്ങൾ വിലക്കപ്പെട്ട ആളുകളിലേക്ക്, സ്വകാര്യ സംഭാഷണങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്ന ആളിലേക്ക് താങ്കൾ നോക്കുന്നില്ലേ? താങ്കൾ അവരെ കാണുന്നില്ലേ? സുമ്മ യഊദൂന, പിന്നെവയും അവർ മടങ്ങുന്നു, ലിമാനുഹു അൻഹു, അവരോട് എന്താണോ വിരോധിച്ചത് അതിലേക്ക്, പിന്നീട് അവരോട് വിരോധിച്ചതിലേക്ക് തന്നെ അവർ മടങ്ങുന്നു. വയതനാജൗന ബിൽ ഇസ്മി വൽ ഉദ്വാനി, വയതനാജൗന, അവർ സ്വകാര്യ സംഭാഷണം നടത്തുന്നു, ബിൽ ഇസ്മി, കുറ്റകരമായും, വൽ ഉദ്വാനി, ശത്രുതാപരമായും, കുറ്റകരമായും ശത്രുതാപരമായും അവർ സ്വകാര്യ സംഭാഷണം നടത്തുന്നു. മഅസിയത്തി റസൂലി, റസൂലിനെ ധിക്കരിച്ചുകൊണ്ടും റസൂലിൻ്റെ ആജ്ഞകൾ തിരസ്കരിച്ചുകൊണ്ടും. ഫൈദാ ജാഊക, അവർ വന്നാൽ, അവർ പ്രവാചകൻ്റെ അടുക്കലേക്കൊക്കെ വന്നാൽ, ഹയ്യൗക, അവർ നിന്നെ അഭിസംബോധന ചെയ്യുന്നു, അവർ താങ്കളോട് അഭിസംബോധന ചെയ്യുന്നു. ബിമാലം യുഹയ്യീക ബിഹില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല അഭിവാദനം ചെയ്യാത്ത രൂപത്തിൽ, അള്ളാഹു അഭിവാദനം ചെയ്യാത്ത രൂപത്തിൽ താങ്കളെ അവർ അഭിവാദ്യം ചെയ്യുന്നു.
വയഖൂലൂന ഫീ അൻഫുസിഹിം, അവരവരുടെ മനസ്സിൽ പറയുകയും ചെയ്യുന്നു, അവരവരുടെ മനസ്സിൽ പറയുകയും ചെയ്യുന്നു, ലൗലാ യുഅദ്ദിബുനല്ലാഹ്, അള്ളാഹു ഞങ്ങളെ എന്താണ് ശിക്ഷിക്കാത്തത്, എന്താണ് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കാത്തത് എന്ന്. ബിമാ നഖൂലു, നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു എന്താണ് നമ്മളെ ശിക്ഷിക്കാത്തത്. ഹസ്ബുഹും ജഹന്നം, അവർക്ക് നരകം മതി, അവർക്ക് നരകം മതി. യസ്ലൗനഹ, അവരതിൽ കടന്നെരിയും. ഫബീസൽ മസീർ, എത്ര മോശമായ സങ്കേതമാണത്. അവർക്ക് കടന്നെരിയുന്ന ആ നരകം എന്ന് പറയുന്നത് എത്ര മോശമായ മടക്കസ്ഥാനമാണ്, സങ്കേതമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇതാ തനാജയ്തും, നിങ്ങൾ സ്വകാര്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ, ഫലാ തതനാജൗ ബിൽ ഇസ്മി, കുറ്റകരമായ രൂപത്തിൽ നിങ്ങൾ സ്വകാര്യ സംഭാഷണം നടത്തരുത്. നിങ്ങൾ സ്വകാര്യം പറയുകയാണെന്ന് വിചാരിച്ചാൽ കുറ്റകരമായ രൂപത്തിൽ, തെറ്റായ രൂപത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. വൽ ഉദ്വാനി, അതേപോലെ ശത്രുതാപരമായ സംഗതികളും ഇതിൽ നിങ്ങൾ സ്വകാര്യ സംഭാഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കരുത്. അതേപോലെ മാസിയത്ത് റസൂലി, റസൂലിനെ ധിക്കരിക്കുന്ന പരിപാടിയും നിങ്ങൾ ഇതുപോലുള്ള സ്വകാര്യ സംഭാഷണത്തിൽ വെക്കാൻ പാടില്ല. വത്തനാജോ, നിങ്ങൾ രഹസ്യമായി സംസാരിച്ചോളൂ. ബിൽ ബിരി വത്തഖ്വ, പുണ്യകരമായ കാര്യവും അതുപോലെ തന്നെ സൂക്ഷ്മതയുടെ സംബന്ധിച്ചുള്ള കാര്യവും സ്വകാര്യമായി തന്നെ സംസാരിച്ചോ, നിങ്ങൾ രഹസ്യമായി തന്നെ സംസാരിച്ചോ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലദീ ഇലൈഹി തുഹ്ശറുൻ, നിങ്ങൾ ഏതൊരു സ്ഥലത്തേക്കാണോ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്, ആരാണോ നിങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്, ആ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക തന്നെ വേണം. ഇന്നമൻ നജ്വ മിന ശൈത്വാനി, തീർച്ചയായും ആ രഹസ്യ സംഭാഷണം പിശാചിൽ നിന്നുള്ളതാണ്. അത് ആ രഹസ്യം പറയൽ പിശാചിൽ നിന്നുള്ളതാണ്. ലിയഹ്സുനല്ലദീന ആമനു, സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്, സത്യവിശ്വാസികൾ ദുഃഖിക്കാൻ വേണ്ടിയിട്ട്. വലൈസ ബിദാരിഹിം ഷൈഅൻ, അവരെ ഒരു നിലക്കും അവർക്ക് ദ്രോഹിക്കാൻ കഴിയില്ല. ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ, അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ അവരെ ദുഃഖിപ്പിക്കാൻ ഇവർക്ക് സാധ്യമല്ല. ഫഅലല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൽ ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ, വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു, നിങ്ങളൊന്ന് വിശാലത കാണിക്കണമെന്ന്, നിങ്ങൾ സൗകര്യമുണ്ടായി കൊടുക്കണം എന്ന്. ഫിൽ മജാലിസി, സദസ്സുകളിൽ. ഫഫ്സഹു, അപ്പോൾ നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. ഫഫ്സഹു, നിങ്ങൾ സൗകര്യപ്പെടുത്തി കൊടുക്കണം. യഫ്സഹില്ലാഹു ലക്കും, അപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഇതുപോലെ സൗകര്യപ്പെടുത്തി തരും, നിങ്ങൾക്ക് വിശാലത ഉണ്ടാക്കി തരും. വൈദാ ഖീല ലക്കും ഇൻസുസു, വൈദാ ഖീല ഇൻസുസു, ഇനി നിങ്ങളോട് പിരിഞ്ഞു പോകണം എന്നാവശ്യപ്പെട്ടാൽ, നിങ്ങളോട് ഇറങ്ങിപ്പോകണം എന്നാണ് ആവശ്യപ്പെട്ടതെങ്കിൽ, എഴുന്നേറ്റ് പോകണമെന്നാണ് പറഞ്ഞതെങ്കിൽ, ഫൻസുസു, അപ്പോൾ നിങ്ങൾ ഇറങ്ങിപ്പോവുകയും വേണം, എഴുന്നേറ്റ് പോവുകയും വേണം. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും, നിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകും. വല്ലദീന ഊത്തുൽ ഇൽമ, അതേപോലെ തന്നെ ഈ വിവരം നൽകപ്പെട്ട ആളുകൾക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്ക്, വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾക്ക്, അവരെയൊക്കെ അല്ലാഹു അവരുടെ പടികൾ, ദറജകൾ ഉയർത്തിക്കൊടുക്കും, പദവികൾ ഉയർത്തിക്കൊടുക്കും. അല്ലാഹു ബിമാ തഅമലൂന ഖബീർ,
അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി അറിയുന്നവനാവും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്. സൂറത്തുൽ മുജാദിലയുടെ 8 മുതൽ 12 ആയത്തുകളാണ് 11 ആയത്തുകളാണ് ഓതി വെച്ചത്. ഇതിൽ സ്വകാര്യ സംഭാഷണത്തിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇനിയും അതേ വിഷയം തന്നെയാണ് തുടരുന്നത്. ഇവിടെ രഹസ്യ സംഭാഷണം വിലക്കപ്പെട്ട ആളുകൾ, ഇന്ന ആളുകളൊന്നും രഹസ്യ സ്വഭാവത്തിൽ ഏർപ്പെടരുത് എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിരുന്നു. അത് പറഞ്ഞത് അവിശ്വാസികളോടും അതേപോലെ തന്നെ കപടവിശ്വാസികളോടും ജൂതന്മാരോടും ഒക്കെ ആയിരുന്നു. അത്തരം ആളുകൾ ഇവിടെ വന്നിട്ട് അഥവാ അള്ളാഹിൻ്റെ റസൂൽ നിൽക്കുന്ന സ്ഥലത്ത് അതുപോലെ കുറച്ചപ്പുറത്ത് മാറി നിന്നിട്ടൊക്കെ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. ആ വിലക്കപ്പെട്ട ആളുകൾ അവരോടങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും അവരതിലേക്ക് തന്നെ ഇറങ്ങിച്ചില്ലാണ് ചെയ്തത്. അവർ അതേപോലെ തന്നെ രഹസ്യമായിട്ട് കാര്യങ്ങൾ വീണ്ടും പറയാൻ തുടങ്ങി. അതെങ്ങനത്തെ രഹസ്യമാണ്? ബിൽ ഇസ്മി വൽ ഉദ്വാൻ വ മാസിയത്തിർ റസൂൽ. 3 കാര്യങ്ങളാണ്. ഒന്ന് കുറ്റകരമായ സംഗതിയാണ്, മറ്റൊന്ന് ശത്രുതാപരമായ കാര്യമാണ്, അതേപോലെ തന്നെ ഒന്നുകൂടി റസൂലിനെ ധിക്കരിച്ചുകൊണ്ടുള്ളതാണ്. ഇത് വിശ്വാസികൾക്ക് തീരെ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ അവിശ്വാസികളും അതുപോലെ തന്നെ ജൂതന്മാരും ഒക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല യാതൊരു പേടിയില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ റസൂലിനെ സംബന്ധിച്ചും വിശ്വാസികളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ സ്വകാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ 3 ആൾ സ്വകാര്യം പറയുകയാണെങ്കിൽ 4ാമത് അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറ്റകരമായ ശത്രുതാപരമായ റസൂലിനെ ധിക്കരിച്ചുകൊണ്ടുള്ള അത്തരം വിഷയങ്ങൾ സ്വകാര്യ സംഭാഷണത്തിന് എടുക്കരുത് എന്ന് അവരോട് വീണ്ടും വീണ്ടും പറയണം. മറ്റൊന്ന്, അവർ റസൂലിൻ്റെ അടുക്കൽ വന്നാൽ അവർ അഭിവാദനം ചെയ്യും റസൂലിന്. ആ അഭിവാദന രീതിയെ ഖുർആൻ പറയുന്നത് ബിമാലം യുഹയ്യിക ബിഹില്ല, അള്ളാഹു അഭിവാദനം ചെയ്യാത്ത രീതിയാണ്. അതായത് അവൾ പലപ്പോഴും വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതിന് പകരം അസ്സാമു അലൈക്കും എന്ന് പറയാറുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും താങ്കളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. അതിന് പകരം അസ്സാമു അലൈക്കും, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും നാശവും താങ്കളുടെ പേരും ഉണ്ടാവട്ടെ എന്നാണ്. അത് ലാ പറഞ്ഞോ പറഞ്ഞില്ല എന്നുള്ളത് സംശയമുള്ള രൂപത്തിൽ മെല്ലെ ആക്കിയിട്ട് പറയാം. അത് അവരുടെ ഒരു ഹോബിയായിരുന്നു. അപ്പോൾ അള്ളാഹു അഭിവാദനം ചെയ്യാൻ പറഞ്ഞ രീതി അല്ലാതെ അതിന് നേരെ എതിരായ രൂപത്തിലായിരുന്നു അവർ അഭിവാദനം ചെയ്തിരുന്നത് എന്നർത്ഥം. മാത്രമല്ല അവർ തന്നെ പറയണം, എന്താ പഠിച്ചോ ഞങ്ങളെ ശിക്ഷിക്കാത്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്താ അള്ളാഹു ശിക്ഷിക്കാത്തത്. അപ്പോൾ അള്ളാഹു പറയുന്നത് ഹസ്ബുഹും ജഹന്നം, അവർക്ക് നരകം അത് മതി, അതിലവർ കടന്നെരിയും. എത്ര മോശമായ സങ്കേതമാണത്, എങ്ങോട്ടാണ് അവരുടെ പോക്ക് എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എതിര് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവരുടെ രഹസ്യ സംഭാഷണം നിഷേധിച്ചത്. ഇനി അടുത്ത ആയത്തോട് നോക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തനാജയ്തും ഫലാ തതനാജു ബിൽ ഇസ്മി വൽ ഉദ്വാൻ വമഅസിയത്തി റസൂൽ. ഈ 3 സംഗതികളും ഒരിക്കലും തന്നെ നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിൽ വരാൻ പാടില്ല. അതായത് റസൂലിനെ ധിക്കരിക്കുക, ശത്രുതാപരമായ നീക്കം നടത്തുക, അതുപോലെ തന്നെ കുറ്റകരമായ കാര്യങ്ങൾ പറയാം. ഇത് 3 ഒരിക്കലും അനുവദനീയമല്ല. അപ്പോൾ സത്യവിശ്വാസികളോട് ചെയ്യാൻ പറഞ്ഞ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എങ്ങനെ അവരോട് അഭിവാദനം ചെയ്യുമ്പോൾ തനാജോ ബിൽ ബിരി വത്തഖ്വ, നന്മയും
അതുപോലെ തന്നെ സൂക്ഷ്മതയും നിങ്ങൾ രഹസ്യമായി തന്നെ പറഞ്ഞു. ഒരാൾക്ക് നന്മൻ്റെ കുറവുണ്ട് അല്ലെങ്കിൽ സൂക്ഷ്മത കുറവുണ്ട്, അത് അവരോട് രഹസ്യമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നതൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ആ രൂപത്തിൽ കണ്ടിട്ട് ഇങ്ങനെ ഈ നിലക്ക് നല്ല നിലക്കാവണം എന്ന് അവരോട് ഉപദേശിച്ചു കൊടുക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. വത്തഖുല്ലാഹ് അല്ലദീ ഇലൈഹി തുഹ്ശറൂൻ. നിങ്ങൾ ആരാണോ ഒരുമിച്ച് നിങ്ങളെ കൂട്ടുന്നത് വെച്ചാൽ ആ ഒരുമിച്ച് കൂട്ടുന്ന അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഒന്നുകൂടി ഉണർത്തണം. പിന്നീട് പറയുന്നത് ഇന്നമൻ നജ്വ മിന ശൈത്വാൻ. തീർച്ചയായും ആ രഹസ്യ സംഭാഷണം, അതായത് അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള രഹസ്യ സംഭാഷണം, അത് പിശാചിൻ്റെതാണ്. വിശ്വാസികളായ ആളുകൾക്ക് ദുഃഖം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് സത്യവിശ്വാസികളെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞിരുന്നു. വിശ്വാസികളായ പാവപ്പെട്ട ആളുകൾ സദസ്സിലേക്ക് വരുമ്പം ഇവിടെ നിന്ന് എണീറ്റിപ്പോ, ഞങ്ങൾ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വരലേ എന്ന് അവരെ പുറത്താക്കി വിടാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു സംഗതികളൊക്കെ വിശ്വാസികളെ വല്ലാതെ ദുഃഖിപ്പിക്കും. ഇനി ഇവരോട് മറ്റവരെന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ചാൽ ഇതും പിശാചാണ് അവരെ ഈ രൂപത്തിൽ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ പിശാചിന് എന്താ ചെയ്യാൻ പറ്റുക? അതാണ് അള്ളാഹു കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്. വലൈസ ബിദ്ദാരിഹിം ഷൈഅൻ ഇല്ലാ ബിഇദ്നില്ല. അള്ളാഹിൻ്റെ അനുവാദമല്ലാതെ ഒരാൾക്കും ഒരു നിലക്കും ഒരാളെ ഉപദ്രവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൽ പൂർണ്ണമായും വിശ്വാസികളോട് ഭരമേൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. പിന്നീട് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. നിങ്ങളോട് ഒന്നുകൂടി വിശാലത കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ഒരിക്കലും എഴുന്നേറ്റ് പോകാനല്ല വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആളുകൾ വന്നിട്ട് ഒന്നാമത്തെ സഫ് തന്നെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും അവരെ വന്നിട്ട് അവരെ തിക്ക് കൂടുകയും ചെയ്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങളൊന്ന് വിശാലത കാണിക്കണം, ഒന്ന് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ. അപ്പോൾ ഒന്നാമത്തെ സഫിൽ എല്ലാവർക്കും ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ രണ്ടാമത്തെ സഫിലേക്ക് മാറിയിരിക്കണം എന്ന് റസൂൽ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ അങ്ങോട്ട് മാറിയിരിക്കണം എന്നാണ്. അതേപോലെ തന്നെ വൈദാ ഖീല ഇൻഷുസു ഫൻഷുസു, നിങ്ങളോട് എഴുന്നേറ്റ് പോകണമെന്ന് ആവശ്യപ്പെട്ടാൽ അങ്ങനെ ഉണ്ടാവും. ചില പ്രത്യേക സാഹചര്യത്തിൽ അവരെ ഒരു വിഭാഗം ആളുകളെ സ്വീകരിക്കാൻ പറ്റാതെ വരികയാണെന്ന് വിചാരിച്ചാൽ തൽക്കാലം നിങ്ങളൊന്ന് മാറി നിൽക്കണമല്ലോ, ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ റസൂലാണ് പറഞ്ഞതെങ്കിൽ അത് കേൾക്കണം. അതാർക്കും ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ആളുകൾ അവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ജുമാ ദിവസങ്ങളിലൊക്കെ ആദ്യ സഫിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അങ്ങനെ കൂടിയപ്പം അവരോടിങ്ങനെ ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതേപോലെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾ വന്ന സമയത്ത് നേരത്തെ ഒന്നാമത്തെ സഫിൽ നിന്നിരുന്ന ആളുകൾ ചിലരോട് ഇങ്ങനെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ആൾക്കാരില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എണീറ്റ് പോകണം എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു. അതേപോലെ ദരിദ്രന്മാരായ ആളുകൾ അവർക്ക് ഈ തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും ഉണ്ടായും ചെയ്തു. പിന്നെ ചില ആളുകൾ ശ്രവണശേഷി കുറഞ്ഞ ആൾക്കാരുണ്ട്, കേൾക്കാൻ കുറച്ചൊരു വിഷമമുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് മുന്നിലിരുന്നാലല്ലാതെ റസൂൽ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചും കൂടിയും അടുത്തേക്ക് നിൽക്കാറുണ്ട്. പ്രത്യേകിച്ച് സാബിത്ത് ബിൻ ഖൈസ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന് കേൾവിശക്തി വളരെ കുറവായിരുന്നു. അപ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒന്ന് എണീറ്റ് കൊടുക്കണം, കാരണം രണ്ടാമത്തെ സഫയിലേക്ക് മാറിയിരിക്കണം എന്ന് പറയാറുണ്ടായിരുന്നു. അത് ചില സാഹിബന്മാർ ബാക്കോട്ട് നിൽക്കുന്ന സമയത്ത് മുനാഫിക്കുകൾ എന്ത് ചെയ്യും, അത് ഊതി വേർപ്പിക്കും. കണ്ടില്ലേ, നിങ്ങളെ പുറത്താക്കിയിട്ടില്ലേ, താഴോട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ, അത് വളരെ മോശമല്ലേ, നിങ്ങൾ എത്ര നേരമായി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവരെന്താണോ ചെയ്തിരുന്നിട്ട് അതിൽ നിന്ന് അവരെ ഒരു ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ നടത്തിയിട്ട് അവരെ നബിയോട് ശത്രുക്കളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. വാസ്തവം പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ മാറിക്കൊടുക്കണം, കാരണം റസൂലിന് ഈ ആൾക്കാരൊക്കെ അറിയാം, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം മാറിക്കൊടുക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളോട് വിശാലത കാണിക്കാൻ പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത തരും. നിങ്ങളോട് എണീറ്റ് പോകാൻ പറഞ്ഞെന്ന് വിചാരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിനുള്ള
സൗകര്യം യർഫ ഇല്ലാഹുല്ലദീന ആമനുമിക്കും, നിങ്ങൾ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു ഉയർച്ച നൽകും. അതുപോലെ അള്ളാഹു കൂടുതൽ ഇൽമ് നൽകിയിട്ടുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അള്ളാഹു മാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്ന സംബന്ധിച്ച് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിവുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എന്തിനാണ് നമ്മളോട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്, അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.